ഓക്കെ, അപ്പോൾ ഇന്ന് എൻറ്റമോളജീൻ്റെ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാണ്. ഫസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ് പോലെ പോർഷൻസ് ഒന്ന് പറയാം. അപ്പോൾ ഇന്നത്തിൽ നമ്മുടെ സെറീൽസിൽ തന്നെ റൈസ് മാറ്റിയിട്ട് ബാക്കി വരുന്ന ഇമ്പോർട്ടൻ്റ് 3 ക്രോപ്സ് നമുക്ക് നോക്കണം. ഒന്ന് നമ്മുടെ വീറ്റ്, ദെൻ മെയ്സ്, പിന്നെ സോർഗം. പിന്നെ ഇത് കൂടാതെ നമ്മുടെ വേറൊരു ക്രോപ്പായിട്ടുള്ള ഷുഗർ കെയിൻ, അതും കൂടി ഇന്നത്തെ പോർഷനിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ദെൻ നമ്മുടെ വെജിറ്റബിൾസിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 2-3 പോയിന്റ്സുകളും കാര്യങ്ങളും ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സെറീൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെസ്റ്റും അതിൻ്റെ ടിപ്പിക്കൽ സിംറ്റംസും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. പെസ്റ്റ് ഓഫ് വീറ്റ് ആണ്. അപ്പോൾ വീറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് പെസ്റ്റുകൾ മാത്രമേ ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ വീറ്റിൻ്റെ എഫിഡ്സ്. ഓക്കെ, ശ്രദ്ധിക്കുക, വീറ്റ് എഫിഡ്സിൻ്റെ പേര് ശ്രദ്ധിക്കുക. നമ്മൾ നോർമലി വെജിറ്റബിൾ എഫിഡ്സ് ഒക്കെ പഠിക്കുന്ന പോലെയല്ല. നമുക്കറിയാം വെജിറ്റബിൾസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എഫിസ് ക്രാക്സിവോറ, എഫിസ് ഗോസിപ്പി, അങ്ങനെയായിരിക്കും നിങ്ങൾ കൂടുതൽ കാണുക. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആ ഒരു ആൻസറിൽ പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ആ ഒരു MCQ ക്വസ്റ്റ്യനിൽ. പക്ഷെ ഇവിടെ നോക്കി, വീറ്റ് എഫിഡിൻ്റെ പേരെന്താണ്? മാക്രോസൈഫം മിസ്കാന്തി. ദാറ്റ് മീൻസ് നമ്മൾ നോർമലി പറയുന്ന ആ ഒരു പേരിൽ നിന്ന്, ജനറിക് നെയിമിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്രോസൈഫം മിസ്കാന്തി എന്നാണ് വീറ്റ് എഫിഡിൻ്റെ പേര്. ഇത് കൂടാതെ വേറെ ഒരു 3 എഫിഡ് സ്പീഷീസും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന നമ്മുടെ എൻറ്റമോളജീൻ്റെ JRF SRF ക്വസ്റ്റ്യനിൽ മാക്രോസൈഫം മിസ്കാന്തിനേക്കാളും കൂടുതൽ മറ്റ് 3 എഫിഡ് സ്പീഷീസിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പോർഷനിൽ ജസ്റ്റ് നോക്കി പോവാം. ഓക്കെ, നമ്മൾ നോർമലി പറയുന്ന സിംറ്റംസും കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, എഫിഡ്സ് നോർമലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 മെത്തേഡ് വഴിയാണ്, പാർത്തനോജനറ്റിക് ആൻഡ് സെക്ഷൽ ടൈപ്പ്. 2 മെത്തേഡും അവർക്ക് എന്താണ് പോസിബിൾ ആണെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കണം. ഇത് ഒരു തവണ PSCയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആൾട്ടർനേറ്റീവ്, വീറ്റ് എഫിഡ്സിന്റെ ആൾട്ടർനേറ്റീവ് ഹോസ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ സൈനഡോൺ ഡാക്ടിലോൺ. അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. അത്രമാത്രമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർമ്മിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീട്ടിൽ വരുന്ന ഒരു മേജർ പെസ്റ്റ് എന്ന് പറയുന്നത് ടെർമൈറ്റ് ആണ്. 2 സ്പീഷീസ് ആണ് നമുക്കുള്ളത്, ഒഡൻഡോടെർമസ് ഒബസസും മൈക്രോടെർമസ് ഒബസിയും. കൂടുതൽ നമുക്ക് ഇത് തന്നെയാണ് നമുക്ക് ഏതിൽ വരുന്നത്, ടെർമൈറ്റ് സ്പീഷീസ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് കേട്ടോ. ഓക്കെ, ടെർമൈറ്റിയുടെ ഓർഡർ ഐസോപ്റ്ററ ആണ്. പക്ഷെ ഇപ്പം ഈ ഐസോപ്റ്ററ നമ്മൾ പറയാറില്ല. നൗ ഇറ്റ് ഈസ് അണ്ടർ ബ്ലാക്ടോഡിയൽ. ഓക്കെ, ബ്ലാക്ടോഡിയയിലാണ് വരുന്നത്, ഓർമ്മിച്ച് വെച്ചേക്കണം കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐസോപ്റ്ററ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ശ്രദ്ധിക്കുക, ടെർമൈറ്റ്സിൽ ഡിഫറെന്റ് കാസ്റ്റ് സിസ്റ്റം ഉണ്ടെന്ന് അറിയാം. അതിൽ തന്നെ വർക്കർ കാസ്റ്റ് ആണ് എന്തുണ്ടാക്കുന്നത്, ഡാമേജ് ഉണ്ടാക്കുന്നത്. ചിലപ്പം ട്രൂ ഓർ ഫാൾസ് ഒക്കെ അല്ലെങ്കിൽ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യനിലൊക്കെ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കുക. ഓൾ കാസ്റ്റ് ഓഫ് ടെർമൈറ്റ് കോസിങ് ഡാമേജ് ടു ക്രോപ്പ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഓൾ കാസ്റ്റ് അല്ല, വർക്കർ കാസ്റ്റ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പൊ ടെർമൈറ്റിന് നമ്മൾ ടാക്സോണമി പഠിച്ചപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടാണ്, ടെർമൈറ്റിൽ കുറെ കാസ്റ്റുകളുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വീൻ, ദെൻ ഒരു കിങ്, പിന്നെന്തുണ്ടായിരിക്കും, ഒരു വർക്കർ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും, ദെൻ സോൾജിയർ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും, ദെൻ നാസ്വേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഓർമ്മിച്ച് വെച്ചേക്കണം കേട്ടോ. ഇതില് വർക്കർ ഗ്രൂപ്പ്സ് ആണ് എപ്പോഴും വുഡ് ഡാമേജ് അല്ലെങ്കിൽ നമ്മൾ ഫീൽഡിൽ നമുക്ക് പെസ്റ്റ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് വരുന്നത് എപ്പോഴും ആരാണ്, നമ്മുടെ വർക്കർ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ വർക്കർ കാസ്റ്റ് ആണ്. അത് ഓർമ്മിച്ച് വെച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ടൈമിൽ കാണാന്നുള്ളത്, സോയിങ് ടു മെച്യൂരിറ്റി. ദാറ്റ് മീൻസ് നമ്മൾ പ്ലാന്റിങ് ചെയ്തത് മുതൽ ഹാർവസ്റ്റ് ചെയ്യുന്നത് വരെയും നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന പെസ്റ്റാണ് ടെർമൈറ്റ് എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കണം. മോസ്റ്റ്ലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് സീഡ് ട്രീറ്റ്മെന്റ് ആണ്, ക്ലോർപൈറിഫോസോ ഇമിഡാക്ലോപ്രിഡോ ഫിപ്രോനിലോ. ദാറ്റ് മീൻസ് സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് ഓർമ്മിച്ച് വെച്ചേക്കുക, ക്ലോർപൈറിഫോസ്, ഇമിഡാക്ലോപ്രിഡ്, ഫിപ്രോനിൽ. ഓക്കെ, ദെൻ സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യാറുണ്ട്, പിന്നെ ഹൈ ഡെൻസിറ്റി സോയിങ് ചെയ്യാറുണ്ട്. കാരണം എന്തായാലും ചില ഏരിയാസ് ഭയങ്കര എൻഡമിക് എന്ന് വെച്ചാൽ ഹൈ ഡ്രൈ സ്പെല്ലൊക്കെ വരുന്ന ഏരിയാസിലാണ് എങ്കിൽ എന്താണ് ടെർമൈറ്റ് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇറിഗേഷൻ പോസിബിലിറ്റി കുറവായിട്ടുള്ള ഏരിയാസിലൊക്കെ പെട്ടെന്ന് ടെർമൈറ്റിന്റെ അറ്റാക്ക് വരും, വീറ്റ് ഫീൽഡുകളിൽ. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിൽ നമ്മൾ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യും, ഹൈ ഡെൻസിറ്റി സോയിങ് റെക്കമെൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്ക് എക്കണോമിക് ലോസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓർമ്മിച്ച് വെച്ചേക്കുക.
ദെൻ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ലെപ്ഡോപ്റ്ററൻ പെസ്റ്റ് എന്ന് പറയുന്നത് ആർമി വേം അല്ലെങ്കിൽ കട്ട് വേം എന്ന് പറയുന്നത് മിത്തിംന സെപ്പറേറ്റ. ആ പേരിൽ തന്നെയുണ്ട്, ദേ ആർ ലൈക്ക് ആർമി. നമ്മൾ ഓൾറെഡി വീറ്റ് റൈസിന്റെ ഇതിൽ നമ്മുടെ സ്പോഡോപ്റ്ററ മൗറീഷ്യ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും സെയിം സിംറ്റംസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെക്സിക്കൻ വെറൈറ്റീസിലാണ് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് എ സ്പൊറാഡിക് പെസ്റ്റ് ഓഫ് വീറ്റ്. നമ്മൾ സ്പോഡോപ്റ്ററ മൗറീഷ്യനെ റൈസിന്റെ സ്പൊറാഡിക് പെസ്റ്റ് എന്ന് പറയുന്ന പോലെ വീറ്റിന്റെ സ്പൊറാഡിക് പെസ്റ്റ് എന്ന് പറയുന്നതാണ് ആര്? ആർമി വോം, മിത്തിംന സെപ്പറേറ്റ്. ഇവിടെയും സിംറ്റംസ് ഒക്കെ സെയിം തന്നെയാണ്, ഗ്രേസ്ഡ് ബൈ ദ കാറ്റൽ അപ്പിയറൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവർക്ക് മെച്യൂർ സ്റ്റേജസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഹെഡ് വരെ എന്ന് വെച്ചാൽ ഇയർ ഹെഡ് വരെ കഴിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, മെയിൻ മാനേജ്മെന്റ് ആസ്പെക്ട് നമ്മൾ റൈസിന് പറഞ്ഞ പോലെ തന്നെയാണ്. ഫ്ലഡിങ് ചെയ്യുക, ഡിഗിങ് പിറ്റ്സ് ഓർ ട്രെഞ്ചസ്. നമ്മൾ എന്തായാലും ബൗണ്ടറീസിൽ ഇപ്പൊ ഇതാണ് നമ്മുടെ ഫീൽഡ് എങ്കിൽ എയ്തർ ഇന്റേണലി ഓർ എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്യും? ട്രെഞ്ചസ് ഇങ്ങനെ ഡിഗ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡിഗിങ് പിറ്റ്സ് ഓർ ട്രെഞ്ചസ്. ഓക്കെ, ദെൻ ആഷ് ഫിൽഡ് ട്രെഞ്ചസ്. ഇനി അതിൽ കൂടെ കുറച്ചുകൂടി നമ്മൾ അതിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആഷ് ഫിൽ ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് അവരുടെ മൂവ്മെന്റ് ഹിൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്ലേസിംഗ് ബ്രാഞ്ചസ്. ഇപ്പൊ നമ്മൾ തോണി മീൻസ് ഭയങ്കര മുള്ളൊക്കെ ഉള്ള പ്ലാന്റ്സിനെയൊക്കെ എടുത്തിട്ട് ഇതിന്റെ ബൗണ്ടറീസിൽ വെക്കാറുണ്ട്. അങ്ങനെയും ഇവരെ നമുക്ക് കളക്ട് ചെയ്ത് ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ കെമിക്കൽ മാനേജ്മെന്റ് ആണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആരാണ്? ലെപ്പഡോപ്റ്ററൻ പെസ്റ്റ് ആണ് നമ്മുടെ സിസാമിയ ഇൻഫറൻസ്. ഓൾറെഡി റൈസിന്റെ പോർഷനിൽ നമ്മൾ പിങ്ക് സ്റ്റെമ്പോറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു മേജർ പെസ്റ്റ് അല്ല. ബട്ട് ഇൻ വീറ്റിന്റെ കേസിൽ ഒരു മേജർ പെസ്റ്റ് ആയിട്ട് വരുന്നതാണ് പിങ്ക് സ്റ്റെമ്പോറർ സിസാമിയ ഇൻഫറൻസ്. സിംറ്റംസ് ഒക്കെ സെയിം തന്നെയാണ്, ഡെഡ് ഹാർട്ട് സിംറ്റംസ് ഒക്കെ തന്നെയാണ്. ഓർഡർ പ്ലാന്റ്സ് കിൽ ചെയ്യാറില്ല, ബട്ട് ഇറ്റ് കോസസ് ദ ചാഫി ഗ്രെയിൻ ഫില്ലിംഗ്, അല്ലെങ്കിൽ ഫ്യൂ ഗ്രെയിൻസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നമ്മുടെ റൈസിനെ പോലെ കംപ്ലീറ്റ്ലി വൈറ്റ് ഇയർ ഹെഡ് ഉണ്ടാവത്തില്ല. കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഡാമേജ് ഉണ്ടാക്കുവാണെങ്കിലും ഇയർ ഹെഡ്സിൽ ഗ്രെയിൻ ഫില്ലിംഗ് കുറവായിരിക്കും, കുറച്ച് ഗ്രെയിൻസ് ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, മാനേജ്മെന്റ് ഒക്കെ നമ്മൾ മറ്റേന്ന് പറഞ്ഞ പോലെ തന്നെ പ്ലോയിങ്, ഫ്ലഡിങ്, ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് സ്റ്റബിൾസ്, ക്ലിപ്പിംഗ് ഓഫ് സീഡ്ലിംഗ് ടിപ്സ്. നമ്മളിത് ഓൾറെഡി പറഞ്ഞു. ബിക്കോസ് ദേ ലേ ദ എഗ് അല്ലെ, അവർ എഗ് എവിടെയാണ് ലേ ചെയ്യുന്നത്? എപ്പോഴും ലീഫിന്റെ ടിപ്പിലാണ് അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ ലീഫ് ടിപ്പ് ക്ലിപ്പ് പറയുന്നത്. ഓക്കെ, ഇനി വീറ്റിൽ നിന്ന് നമുക്ക് എപ്പോഴും JRF-SRF ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് ഗുജിയ വീവിൾ. ഓക്കെ, ടാനിമിക്കസ് ഇൻഡിക്കസ് കുർക്കുലിയനുടെ ഫാമിലിയിൽ വരുന്ന ഒരു കോളിയോപ്റ്ററൻ പെസ്റ്റ് ആണ് ഗുജിയ വീവിൾ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇറ്റ് ഈസ് എ മേജർ പെസ്റ്റ് ഇൻ ദ ഏതാണ്? നഴ്സറി വീറ്റിന്റെ നഴ്സറി സ്റ്റേജസിൽ അല്ലെങ്കിൽ ഏർലി സ്റ്റേജസിൽ ഡാമേജ് ഉണ്ടാക്കുന്ന, വാസ്റ്റ് ആയിട്ട് ഡാമേജ് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു കോളിയോപ്റ്ററൻ പെസ്റ്റ് ആണ് ഗുജിയ വീവിൾ, ടാനിമിക്കസ് ഇൻഡിക്കസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ സ്പൊറാഡിക് പെസ്റ്റ്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ വീറ്റിന്റെ സ്പൊറാഡിക് പെസ്റ്റ് കൂടിയാണ് ആര്? നമ്മുടെ ഈ ടാനിമിക്കസ് ഇൻഡിക്കസ്. ഇവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ നഴ്സറീസിൽ അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജസിലെ പ്ലാന്റിനെ, എയർലി സ്റ്റേജസിലുള്ള പ്ലാന്റിന്റെ സോയിൽ ഇവിടെ ആയിരിക്കുമല്ലോ സോയിൽ വരുന്ന പോർഷൻ, അതിന്റെ മുകളിൽ ജസ്റ്റ് മുകളിലായിട്ട് ഇവർ കട്ട് ചെയ്യും. ഓക്കെ, അഡൽട്ട് ഫീഡ്സ് ഓൺ ലീവ്സ് ആൻഡ് ടെൻഡർ ഷൂട്ട്സ്. ദേ കനോട്ട് ഫ്ലൈ, കാരണം അവരുടെ വിങ്സ് ശ്രദ്ധിച്ചതറിയാം അട്രോഫിഡ് ആണ്. ദാറ്റ് മീൻസ് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി കട്ട് ദ ജെർമിനേറ്റിംഗ് സീഡ്ലിംഗ് ഇസ് ഗ്രൗണ്ട് ലെവൽ വെച്ചിട്ട് ജെർമിനേറ്റ് ചെയ്ത സീഡ്ലിംഗ്സ് ആണെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്യും. ആൻഡ് ലേ എഗ് ഇൻ ദ സോയിൽ അണ്ടർ ദ ക്ലോത്ത്സ് ഓർ ഇൻ ദ ക്രെവിസസ് ഇൻ ദ ഗ്രൗണ്ട്സ് ആൻഡ് ഗ്രബ്സ് ഫീഡ്സ് ഓൺ ദ റൂട്ട്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് കോസ് ദ ഡാമേജസ് ഓൺ ദ റൂട്ട് സിസ്റ്റം. നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഓർമ്മിച്ച് വെച്ചേക്കണം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പെസ്റ്റ് ഓഫ് മെയ്സ്. നെക്സ്റ്റ് നമ്മൾ പോകുന്ന ക്രോപ്പ് വീറ്റ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മെയ്സ് ആണ്. കോൺ അല്ലെ, കോൺ. മെയ്സ് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മളൊക്കെ ഇപ്പൊ അത്യാവശ്യം കേരളത്തിൽ മെയ്സിന്റെ കൾട്ടിവേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. ബേബി കോൺസും സീഡ് കോൺസ് ഒക്കെ നമ്മൾ കൾട്ടിവേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പെസ്റ്റ് ആയിട്ട് നമ്മൾ മെയ്സിൽ പറയുന്നത് ലെപ്ഡോപ്റ്ററൻ പെസ്റ്റുകളെ തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സ്റ്റെമ്പോറർ തന്നെയാണ്. ആരാണ്? കൈലോപാർട്ടലസ്. ഓക്കെ, ആരാണ്? കൈലോപാർട്ടലസ്. ഈ പേര് ഇനി റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കേൾക്കാൻ പോകും. ഓക്കെ, കൈലോപാർട്ടലസ്. ഇവിടെയും നമ്മൾ സ്റ്റെമ്പോറർ ആയതുകൊണ്ട് തന്നെ ടിപ്പിക്കൽ സിംറ്റംസ് എന്താണ്? ഡെഡ് ഹാർട്ട് തന്നെയാണ്. ഓക്കെ,
അതുപോലെ ബോർ ഹോൾസ് ആർ വിസിബിൾ ഓൺ ദി സ്റ്റെം നിയർ ദ നോട്ട്സ്. നമ്മൾ ബാക്കിയുള്ള റൈസിലെയോ അല്ലെങ്കിൽ വീറ്റിലൊക്കെ ഉള്ള സ്റ്റെം ബോറേഴ്സിനെ പോലെയല്ല, ഇവിടെ നമുക്ക് അവരുടെ ബോർ ഹോൾസ് നമുക്ക് നല്ല ഈസിലി വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഓരോ നോട്ട്സിന്റെ പോർഷൻസിൽ അത് വിസിബിൾ ആയിട്ട് കാണും. കാരണം നമുക്കറിയാം വീറ്റും റൈസ് പോലെയല്ല, മെയ്സ് കുറച്ചുകൂടി സ്റ്റഡി പ്ലാന്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആ ഹോൾസ് വിസിബിൾ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇനി യങ്ങർ ലാർവേസ് ആണെങ്കിൽ ഫീഡ്സ് ഓൺ ദ ടെൻഡർ ഫോൾഡഡ് ലീവ്സ് കോസിംഗ് ടിപ്പിക്കൽ ഷോർട്ട് ഹോൾ സിംറ്റം. ഓക്കെ, അപ്പൊ രണ്ട് സിംറ്റം ഇവിടെ പഠിക്കണം. ഒന്ന് ഡെഡ് ഹാർട്ട് സിംറ്റം, കാരണം ഏറ്റവും ഇന്റേണൽ ആയിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് പുതുതായിട്ട് വരുന്ന എമർജ് ചെയ്യുന്ന പോർഷൻസ് ഡെഡ് ഹാർട്ട് ആയിട്ട് പോകും. ഇനി കുറച്ചുകൂടി വളർന്ന് വലുതായ ലാർവാസ് എന്ത് ചെയ്യാറുണ്ട്, ലീഫിന് ഫീഡ് ചെയ്യാറുണ്ട്. അപ്പൊ ലീഫിൽ ഇങ്ങനെ ഷോർട്ട് ഹോൾസ് കാണും. എന്ന് വെച്ചാൽ എമർജ് ചെയ്ത് ഉള്ളിലല്ലേ തിന്നുന്നത്, അപ്പൊ എമർജ് ചെയ്ത് വരുന്ന ലീവ്സിന്റെ ഉള്ളിൽ നിന്ന് തിന്നിട്ടുണ്ടാവും. അപ്പൊ പുറത്തേക്ക് വന്ന് തുറന്നു വരുമ്പോൾ നമുക്ക് പാരലൽ ആയിട്ടുള്ള ഹോൾസ് കാണാൻ പറ്റും. Okay, and affected plant stem may show internally tunneling caterpillars. ഉള്ളിലെ ടണൽ ചെയ്യുന്ന കാറ്റർപില്ലേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ എക്കണോമിക് ത്രഷോൾഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 10% ഡെഡ് ഹാർട്ട് ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം, റൈസിന്റെ നമ്മുടെ POP-യില് പേജ് ഞാൻ മെറ്റീരിയൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എക്കണോമിക് ത്രഷോൾഡ് ലെവൽ പറഞ്ഞു പോകാനുള്ള കാരണം POP-യിൽ റൈസിന്റെ പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടേബിൾ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഓരോ പെസ്റ്റിന്റെയും ഡിഫറെന്റ് സ്റ്റേജസിലെ എക്കണോമിക് ത്രഷോൾഡ് ലെവൽ. ദാറ്റ് മീൻസ് നിങ്ങൾ അത് ശ്രദ്ധിക്കണം, ഒരു പെസ്റ്റിന് ഒരു ക്രോപ്പിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ ഡിഫറെന്റ് എക്കണോമിക് ത്രഷോൾഡ് ലെവൽ ആയിരിക്കും. ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യനിലോ അസർഷൻ റീസണിങ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കാം? The economic threshold level is a fixed for each crop. അങ്ങനെ ഫിക്സ്ഡ് എന്ന് പറയാൻ പറ്റുമോ? ഫിക്സ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ദാറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ്. ഇറ്റ് ഈസ് വേരിയിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേജ് ഓഫ് ദ ക്രോപ്പ്. ഓക്കെ, സ്റ്റേജ് ഓഫ് ദ ക്രോപ്പ് ആൻഡ് ആൾസോ ദ സിംറ്റം. ഇപ്പൊ നമുക്കറിയാം സ്റ്റെം ബോറർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വെജിറ്റേറ്റീവ് സ്റ്റേജസിൽ വരുന്നതാണ്. റൈസിന്റെ ആയാലും മൈസിന്റെ ആയാലും വെജിറ്റേറ്റീവ് സ്റ്റേജസിൽ കാണിക്കുന്ന ടിപ്പിക്കൽ സിംറ്റം ആണ് ഡെഡ് ഹാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജസിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ എന്ത് മാറി, സിംറ്റം മാറി. എന്തായി? വൈറ്റ് ഇയർ ഹെഡ് ആയി അല്ലേ? റൈസിന്റെ വരുമ്പോൾ വൈറ്റ് ഇയർ ഹെഡ്. അത് അപ്പൊ അവിടുത്തെ എക്കണോമിക് ത്രഷോൾഡ് ലെവൽ നമ്മൾ പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വൈറ്റ് ഇയർ ഹെഡ്, നമ്പർ ഓഫ് വൈറ്റ് ഇയർ ഹെഡ്സ് അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് വൈറ്റ് ഇയർ ഹെഡ്സ് വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെയ്സ് സ്റ്റെം ബോറർ കൈലോ പാർട്ടലസ്. ഓക്കെ, ദെൻ മാനേജ്മെന്റ് ആസ്പെക്ട് ഒക്കെ നോർമൽ ആണ്. ഇതില് JRF SRF ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കുന്നത് ഈ ഇന്റർക്രോപ്പിന്റെ ആ ഒരു നമ്പർ ഓഫ് റേഷ്യോസ് ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ PSC-യിൽ അത്രയും ഇൻഡെപ്ത് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ടത് ട്രൈക്കോഗ്രാമ കിലോണിസ്, നമ്മുടെ റൈസിലെ ലീഫ് റോളറിന് യൂസ് ചെയ്യുന്ന എഗ് പാരസിറ്റോയിഡ് ആയിട്ടുള്ള ട്രൈക്കോഗ്രാമ കിലോണിസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കണം. 1 lakh per hectare ആണ് അതിന്റെ റിലീസിങ് റേറ്റ് എന്ന് പറയുന്നത്. അത്ര കാര്യം ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് അഗെയിൻ നമ്മളൊരു പുതിയ എഫിഡിനെ പഠിക്കുകയാണ്. ഇറ്റ്സ് ഇൻ മെയ്സ് എഫിഡ്. മെയ്സ് എഫിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്? റൊപ്പാലോസൈഫം മെയ്ഡിസ്. റൊപ്പാലോസൈഫം മെയ്ഡിസ്. ഓക്കെ, നമ്മൾ നോർമലി പറയുന്ന എഫിഡ്സിന്റെ നെയിമിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എഫിഡ്സിന്റെ നെയിം. ഓർമ്മിച്ച് വെച്ചേക്കുക. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം, ഇറ്റ് ട്രാൻസ്മിറ്റ് ദ മെയ്സ് ഡോർഫ് മൊസൈക്ക് വൈറസ്. ഓക്കെ, മൊസൈക്ക് വൈറസിന്റെ വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഏത് മൊസൈക്ക് വൈറസ്? ഡോർഫ് മൊസൈക്ക് വൈറസ്. മെയ്സിന്റെ ഡോർഫ് മൊസൈക്ക് വൈറസിന്റെ വെക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം. ബാക്കിയൊക്കെ നമ്മൾ നോർമലി എപ്പോഴും പറയുന്ന സിംറ്റംസും ഡാമേജസും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ റൊപ്പാലോസൈഫം മെയ്ഡിസ് മോസ്റ്റ്ലി ഇറ്റ് ഈസ് കോൺഗ്രിഗേറ്റഡ് ഓൺ ദ all the part of the plants. ടെൻഡർ പാർട്സില്, ലോവർ പാർട്സില്, അതുപോലെ തന്നെ കോബില് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോബ് ഏരിയാസിൽ ഇതിന്റെ കോബ് എന്നാണല്ലോ പറയാല്ലേ, മെയ്സിന്റെ ആ ഒരു ഫ്രൂട്ടിന് അല്ലെങ്കിൽ ആ ഒരു പോഡിന് നമ്മൾ കോബ് എന്ന് പറയാറ്. ഓക്കെ, ലീഫ് ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിലും കോൺഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സക്കിംഗ് പെസ്റ്റുകളാണ് കേട്ടോ. സക്കിംഗ് പെസ്റ്റില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഒരു ഷൂട്ട് ബഗ് ആണ്. പെരഗ്രിനസ് മെയ്ഡിസ് എന്നാണ് പേര്. ഓക്കെ, എന്താണ്? പെരഗ്രിനസ് മെയ്ഡിസ്. പെരഗ്രിനസ് മെയ്ഡിസ്. നോർമൽ നമ്മൾ സക്കിംഗ് പെസ്റ്റ് ചെയ്യുന്ന അതേ പരിപാടികളൊക്കെ തന്നെയാണ്. സാപ്പ് സക്ക് ചെയ്യുന്നു, ഹണി ഡ്യൂ സെക്രീഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മെയ്സിൽ ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു റീസെന്റ് ഇൻവേർഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ അല്ലേ? ഇൻവേർഷൻ, ഇൻവേഴ്സീവ് പെസ്റ്റ് അല്ലെ? ഇൻവേഴ്സീവ് പെസ്റ്റ്.
റീസെന്റ് ഇൻവേസീവ് പെസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് വന്ന ആളാണ് ഫാൾ ആർബിവോം സ്പോഡോപ്റ്ററ ഫ്രൂഗിപ്പെർഡ. ഓക്കെ, ഫ്രൂജിപ്പെർഡയെന്നോ ഫ്രൂഗിപ്പെർഡയെന്നോ വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫാൾ ആർബിവോം. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഇത് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ബിക്കോസ് ഇറ്റ് ഇസ് എ പോളിഫാഗസ് പെസ്റ്റ്. ശ്രദ്ധിക്കുക, ഇറ്റ്സ് എ പോളിഫാഗസ് പെസ്റ്റ്. It has more than 80 alternate host. 80ഓളം alternate host നമ്മുടെ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ടിംഗ് പോയിട്ടുണ്ട്. ഓക്കെ, ഫോൾ ആർബിവോമിന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് റീസെന്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ ഇതിന് ശ്രദ്ധിക്കുക, അതിന്റെ ഏർലി സ്റ്റേജസ് മുതൽ അതിന്റെ ലേറ്റർ ഇൻസ്റ്റാർ വരെയും പല പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിംറ്റംസ് ആണ് അതൊരു ക്രോപ്പിൽ കാണിക്കാറ്, മെയ്സിൽ. അപ്പൊ അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇൻസ്റ്റാർ കാണിക്കുന്ന സിംറ്റം ആണ് പേപ്പറി വിൻഡോ. ഓക്കെ, പേപ്പറി വിൻഡോ എന്ന് പറയുന്ന ഒരു സിംറ്റം ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നതാണ് പേപ്പറി വിൻഡോ. കണ്ടോ, ഒന്നുമില്ല, അവർ തിന്നിട്ട് പേപ്പർ പോലെ ആക്കും. ഓക്കെ, അതാണ് പേപ്പറി വിൻഡോ എന്ന് പറയുന്ന സിംറ്റം. ഇനി നമ്മുടെ ഒരു തേർഡ് ഇൻസ്റ്റാർ കുറച്ചുകൂടി വലുതായി. ഇറ്റ്സ് ഫീഡ് കോസ്റ്റ് ഓൺ ദ റാഗ്ഡ് എഡ്ജ്ഡ് റൗണ്ട് ടു ഒബ്ലോങ് ഹോൾസ് ഓൺ ദ ലീവ്സ്. റാഗ്ഡ് എഡ്ജ്ഡ് ആയിട്ടുള്ള ഒബ്ലോങ് ലീവ്സ് ഇതേപോലെ കണ്ടോ, ഇതേപോലത്തെ ഒബ്ലോങ് ആയിട്ടുള്ള എഡ്ജ് ഭാഗങ്ങളിലായിട്ടായിരിക്കും അവരുടെ സിംറ്റംസ് വരുന്നത്. തേർഡ് ഇൻസ്റ്റാർ. ഓക്കെ, ഇനി ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ഇറ്റ് ഫീഡ്സ് വോറേഷ്യസ്ലി. ദാറ്റ് മീൻസ് അങ്ങനെ അത് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു പ്ലാന്റ് പാർട്ട് മുഴുവനായിട്ട് തിന്നു തീർക്കും. നമുക്കൊരു ടിപ്പിക്കൽ സിംറ്റം ആയിട്ട് അവിടെ പറയാൻ പറ്റത്തില്ല. ഏത് പ്ലാന്റ് പാർട്ടിലും ഇപ്പൊ കോബിന്റെ പോർഷൻ ആണെങ്കിൽ കോബ് മുഴുവൻ, ലീഫ് ആണെങ്കിൽ ലീഫ് മുഴുവൻ. ഓക്കെ, അതാണ് ഇതിന്റെ ടിപ്പിക്കൽ സിംറ്റംസ്. അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇറ്റ് കോസ് ദ ഡാമേജസ് ടു ടാസൽ ആൻഡ് കോൺസ്. അപ്പം ടാസൽ റീജിയനിലും അതുപോലെ തന്നെ കോൺ റീജിയനിലും മൊത്തത്തിൽ ഇവര് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇവരുടെ ഒരു ടിപ്പിക്കൽ ഐഡന്റിഫിക്കേഷൻ മാർക്കുണ്ട്. ഏറ്റവും എന്താണ് ലാസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റിൽ ഒരു 4 കുത്ത്, നമ്മുടെ ഈ റെക്ടാങ്കിളിന്റെ എഡ്ജ് പോലെ ഒരു 4 സ്പോട്ട് കാണും. അത് വെച്ചിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ ഹെഡ് റീജിയനിൽ നിങ്ങൾക്ക് ഒരു ഇൻവേർട്ടഡ് വൈ ഷേപ്പ് കാണാൻ പറ്റും. ഓക്കെ, സ്ക്ലീറട്ടൈസ്ഡ് ആയിട്ടുള്ള ഹെഡിന്റെ റീജിയനിൽ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു വൈ ഷേപ്പ് കാണും. അതും ഒരു ടിപ്പിക്കൽ ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ആണ്. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, മാനേജ്മെന്റ് ആസ്പെക്ട് നമ്മൾ നോർമലി സ്പോഡോപ്റ്ററയ്ക്ക് പറയുന്ന മാനേജ്മെന്റ് ആസ്പെക്റ്റുകളൊക്കെ തന്നെയാണ്. ഓക്കെ, ഡിപ്ലോയിങ്, നീം കേക്ക് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മള് ഈ SRF JRF ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ചോദിക്കുന്നത് ഇന്റർക്രോപ്പിംഗിന്റെ ആ ഒരു റേഷ്യോയും കാര്യങ്ങളൊക്കെയാണ്. ഏതൊക്കെയാണ് ഇന്റർക്രോപ്സ്? മെയ്സിൽ നമ്മൾ ഫാൾ ആർബിവോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പൾസ് ക്രോപ്പിനെയാണ് ഇന്റർക്രോപ്പായിട്ട് സെലക്ട് ചെയ്യാറ്. ദാറ്റ് മീൻസ് മെയ്സിന്റെ കൂടെ PGNPO, ബ്ലാക്ക് ഗ്രാമോ, ഗ്രീൻ ഗ്രാം ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നേപ്പിയർ ഗ്രാസ് ഇല്ലേ, നേപ്പിയർ ഗ്രാസിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പുഷ് പുൾ തിയറി എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രാറ്റജി പഠിച്ചിട്ടുണ്ടോ? പെസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ എക്കോളജിക്കൽ എൻവയോൺമെന്റിനെ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ് പുഷ് പുൾ സ്ട്രാറ്റജി. ഓക്കെ, ശ്രദ്ധിക്കുക, പുഷ് പുൾ സ്ട്രാറ്റജി. ഈ പുഷ് പുൾ സ്ട്രാറ്റജി ദാറ്റ് മീൻസ് നമ്മുടെ ക്രോപ്പിൽ നിന്ന് ആ പെസ്റ്റിനെ പുഷ് ചെയ്തിട്ട് വേറൊരു അതിന്റെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രോപ്പിലേക്ക് അതിനെ നമ്മൾ പുള്ള് ചെയ്യും, അട്രാക്ട് ചെയ്തെടുക്കും. അതാണ് അവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഫാൾ ആർബിവോമിനെ മെയ്സിലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ നേപ്പിയർ ഗ്രാസ്. നേപ്പിയർ ഗ്രാസ് ബോർഡർ ക്രോപ്സിൽ ബോർഡർ ആയിട്ട് കൊടുത്തിട്ട് ട്രാപ്പ് ക്രോപ്പ് പോലെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, യെസ്, ഇത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ സിങ്ക്രണസ് ആയിട്ടുള്ള പ്ലാന്റിങ് നമ്മൾ ഫോളോ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഹൈലി പോസിബിലിറ്റി ഉള്ളൊരു പോർഷൻ നമ്മൾ ഈ സ്പോഡോപ്റ്ററ ഫ്രൂഗിപ്പെർഡയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ എനിമീസ് ഏതൊക്കെയാണെന്നുള്ളത് അത് നോക്കി വെച്ചേക്കുക. ട്രൈക്കോഗ്രാമ, ട്രെറ്റിയോസം ആൻഡ് ടെലനോമസ് റമസ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ നോർമലി ട്രൈക്കോഗ്രാമ ജപ്പോണിക്കൻ, ട്രൈക്കോഗ്രാമ കിലോണിസ് ഒക്കെ പഠിച്ചിട്ടുള്ളൂ. ഇത് ശ്രദ്ധിക്കുക, ട്രൈക്കോഗ്രാമ പ്രെറ്റിയോസം. ഓക്കെ, പ്രെറ്റിയോസം ദാറ്റ് ഈസ് എൻ എഗ് പാരസിറ്റോയിഡ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാണ് നാച്ചുറൽ എനിമിയാണ് സ്പോഡോപ്റ്ററ ഫ്രൂഗിപ്പെർഡ. ദെൻ ടെലനോമസ് റമസ്. ഓക്കെ, ബാക്കിയൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു പോവുക, അത്ര ഇമ്പോർട്ടന്റ് അല്ല. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നമ്മുടെ കോൺവേം അല്ലെങ്കിൽ ഇയർ വേം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹെൽക്കോവർപ്പ ആർമിജറ, നോർമൽ നമ്മുടെ അമേരിക്കൻ ബോൾ വേം കോട്ടണിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ, അദ്ദേഹം തന്നെയാണ്. ഇവിടെയും പെസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ,
ദെൻ മൈനർ പെസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ആഷ് വീവിള്. ഓക്കെ, പിന്നെ ഇത് നോക്കി വെച്ചേക്കുക, പട്ക ഗ്രാസ് ഹോപ്പർ. ഞാൻ ഇതുവരെ PSC ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, ബട്ട് JRF SRF ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് ഈ പട്ക ഗ്രാസ് ഹോപ്പറിന്റെ സയന്റിഫിക് നെയിം. ഓക്കെ, ഹൈറോഗ്ലൈഫസ് നൈഗ്രോറെപ്ലക്ടസ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നമ്മൾ വേറെ റൈസിന്റെ ഗ്രാസ് ഹോപ്പർ ഉണ്ട് കേട്ടോ. റൈസിന്റെ ഗ്രാസ് ഹോപ്പർ, അതിന്റെ പേരാണ് ഹൈറോഗ്ലൈഫസ് ബാനിയൻ. ഓക്കെ, സെയിം തന്നെയാണ് സ്പെല്ലിംഗ്, ഹൈറോഗ്ലൈഫസ് ബാനിയൻ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. റൈസിന്റെ ഗ്രാസ് ഹോപ്പറിന്റെ പേരാണ് ഹൈറോഗ്ലൈഫസ് ബാനിയൻ. ലോങ് ഹോൺ ഗ്രാസ് ഹോപ്പർ ആണ്. അതേപോലെ മെയ്സിൽ വരുന്നതാണ് പട്ക ഗ്രാസ് ഹോപ്പർ. ഓക്കെ, പട്ക ഗ്രാസ് ഹോപ്പർ, ഹൈറോഗ്ലൈഫസ് നൈഗ്രോറെപ്ലറ്റസ്. ഓക്കെ, ദെൻ ലീഫ് ഹോപ്പർ, നമ്മുടെ പൈറില്ല, പെർപ്പൂസില്ല. നിങ്ങൾ ഷുഗർ കെയിനിൽ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഇമ്പോർട്ടന്റ് പെസ്റ്റ് ആയിട്ട് നമ്മൾ ഷുഗർ കെയിനിൽ പഠിക്കുന്ന ആളാണ്. അദ്ദേഹവും ഇവിടെ പെസ്റ്റ് ആയിട്ട് വരാറുണ്ട്. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് പെസ്റ്റ് ഓഫ് സോർഗം. ഇത്രയല്ല പെസ്റ്റ് ഉള്ളത്, ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. ഇനി സോർഗത്തിൽ നിങ്ങൾ ഏതൊക്കെ പെസ്റ്റ് പഠിച്ചില്ലേലും നിങ്ങൾ പഠിക്കേണ്ട 2 ഇമ്പോർട്ടന്റ് പെസ്റ്റ് ഉണ്ട്. ഒന്ന് സോർഗം ഷൂട്ട് ഫ്ലൈ, ദെൻ നെക്സ്റ്റ് വൺ സോർഗം മിഡ്ജ്. ഇത് രണ്ടും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം, കാരണം അതിന്റെ സിംറ്റംസും ഡാമേജസും പഠിച്ചാലേ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സോർഗത്തിൽ നിന്ന് അപ്പാർട്ട് ഫ്രം റൈസ് നിങ്ങൾക്ക് സെറീൽസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അത് സോർഗമായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് അത് പറയാൻ കാരണം SRF JRF എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, അതിലെ മസ്റ്റ് ക്വസ്റ്റ്യൻ ഈ സോർഗത്തിൽ നിന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, സോ വി ക്യാൻ എക്സ്പെക്ട് ദ സെയിം ഹിയർ ഓൾസോ. അപ്പൊ എന്താണ് സോർഗം ഷൂട്ട് ഫ്ലൈ, അത്രികോണസ് ഒക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സയന്റിഫിക് നെയിമിലായിരിക്കണം, ആൻഡ് ഓൾസോ ദെയർ ഫാമിലി. അത്രികോണസ് ഒക്കെ മ്യൂസിഡയാണ്, നമ്മുടെ ഈച്ചയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോ ഇവിടെ ടിപ്പിക്കൽ സിംറ്റംസ് നോക്കുക. ഇവിടെയും ഡെഡ് ഹാർട്ട് തന്നെയാണ് ചെയ്യുന്നത്, ബട്ട് ഹിയർ ശ്രദ്ധിക്കുക, മഗോട്ട് ബോർ ഇൻസൈഡ് ദ സ്റ്റെം ആൻഡ് കട്ട് ദ ഗ്രോയിങ് പോയിന്റ്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ എന്താണ് മഗോട്ട് ഓൺ ഹാച്ചിങ് മൈഗ്രേറ്റ്സ് ടു ദ അപ്പർ സർഫസ് ഓഫ് ദ ലീവ്സ് ആൻഡ് എൻറ്റർ ബിറ്റ്വീൻ ദ ലീവ് ഷീത്ത് ആൻഡ് സ്റ്റെം. ഇനി ഡെഡ് ഹാർട്ട് മാത്രമല്ല അവരുണ്ടാക്കുന്നത്, ഇൻഫെസ്റ്റഡ് പ്ലാന്റ്സ് ഓൾസോ പ്രൊഡ്യൂസ് സൈഡ് ടില്ലേഴ്സ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മറന്നു പോകരുത്. സോർഗം ഷൂട്ട് ഫ്ലൈന്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഡെഡ് ഹാർട്ട് ഉണ്ടാക്കുന്ന പോരാന്റെ സൈഡ് ടില്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി സമ്മർ സീസണിൽ ഭയങ്കര കൂടുതലായിരിക്കും. അത്ര മതി, ആ 2 പോയിന്റ് ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇതാണ് ഏർലി സ്റ്റേജസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡെഡ് ഹാർട്ട് സിംറ്റം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം സൈഡ് ഷൂട്ട്സ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്, കണ്ടോ? സോർഗം ഒറ്റ ഇതായിട്ട് പോകുന്നതിന് പകരം സൈഡ് ഷൂട്ട് ആക്ടിവേറ്റഡ് ആയി. ഓക്കെ, യെസ്. ഇനി മാനേജ്മെന്റ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്, ടിപ്പിക്കൽ ആയിട്ട് എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു IPM പോർഷൻ പഠിപ്പിക്കുമ്പോഴേ കൾച്ചറൽ പ്രാക്ടീസിൽ നമ്മൾ പറയുന്നതാണ് ഇൻക്രീസ്ഡ് സീഡ് റേറ്റ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് സോർഗം ഷൂട്ട് ഫ്ലൈ. അല്ലെ, സോർഗം ഷൂട്ട് ഫ്ലൈന് വേണ്ടിയിട്ട് നമ്മൾ ഹയർ സീഡ് റേറ്റ്, നോർമലി നമ്മൾ സോർഗത്തിന്റെ സീഡ് റേറ്റ് എന്ന് പറയുന്നതിൽ 10 kg per hectare ആണ്. പക്ഷെ ഇവിടെ നമ്മൾ 12.5 kg per hectare നമ്മൾ സീഡ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അത് ഓർമ്മിച്ച് വെച്ചേക്കണം. ഓക്കെ, ആൻഡ് സോർഗം ഇമ്മീഡിയറ്റ്ലി നമ്മൾ സോൺ ചെയ്യണം. ഏത്? ഓൺസെറ്റ് ഓഫ് ദ മൺസൂൺ റെയിൻ. മൺസൂൺ റെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സോർഗത്തിന്റെ സോയിങ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ ഒരിക്കലും പ്ലാന്റിംഗ് ഡിലേ ചെയ്യാൻ പാടില്ല. പ്ലാന്റിംഗ് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻ പെസ്റ്റ് പെട്ടെന്ന് ഈ നമ്മുടെ ഗ്രോയിങ് സീസണുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ട് ഹൈലി എക്കണോമിക് ഡാമേജ് ഉണ്ടാക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഫിഷ് മീൽ ട്രാപ്പ് ഇല്ലേ, ഫിഷ് മീൽ ട്രാപ്പ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് 12 per hectare till the crop is 30 days older. നമ്മൾ നട്ട് ഒരു 30 ദിവസം വെച്ച് 1 മാസം വരത്തേക്ക് നമ്മൾ ഈ ഫിഷ് മീൽ ട്രാപ്പ് വെക്കാറുണ്ട്. അത്ര പോയിന്റ് മാത്രം ഓർമ്മിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഇവിടെയും കൈലോപാട്രലസ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മെയ്സിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്, സെയിം. ഓക്കെ, സ്റ്റെം ബോർഡർ. അതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ സിംറ്റം കാണാം. ഓക്കെ, പാരലൽ ആയിട്ട് വരുന്ന ഷോർട്ട് ഹോൾസ് കാണാം, ഇന്റേണലി ആയിട്ടുള്ള ഹോൾസ് കാണാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇവിടെയും ഒരു ഷൂട്ട് ബഗ് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ഷൂട്ട് ബഗിന്റെ പേരാണ് പെരഗ്രിനസ് മേരീസ്. ഓക്കെ, പെരഗ്രിനസ് മേരീസ്. ഇവിടെ മിഡ്രിപ്പ് ഓഫ് ദ ലീവ്സ് ടേൺ റെഡ് ഡ്യൂ ടു egg laying and may dry up subsequently. ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, സോർഗത്തിന്റെ മിഡ്രിബ് എന്തുകൊണ്ടാണ്, ഏത് പെസ്റ്റിന്റെ അറ്റാക്ക് കൊണ്ടാണ് ടേൺ റെഡ്? അത് എഗ് ലേയിങ് നടത്തുന്നത് കൊണ്ടാണ് കേട്ടോ. ഷൂട്ട് ബഗ് എഗ് ലേയിങ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. ഇനി സർഫ് JRF ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഈ ഒരു പോയിന്റ് പഠിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ
നമ്മുടെ കേരള PSC സംബന്ധിച്ചുള്ള ഇത്രയും ഇൻഡെപ്ത് ഒന്നും പഠിക്കേണ്ട, എന്നാലും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഈ പെരഗ്രിനസ് മേഡിസിന് നമ്മൾ എന്തുണ്ട്, പാരസിറ്റോയിഡ്സ് പ്രിഡേറ്റേഴ്സ് ഉണ്ട്. ഏതാണ് പ്രിഡേറ്റർ ആയിട്ട് മെയിൻ ആയിട്ട് കോക്സിനെല്ല സെപ്റ്റം പങ്ക്റ്റേറ്റ, ദെൻ മോണോകൈലസ് എക്സ്മാക്കുലേറ്റസ്, പിന്നെ ഗിയോകോറിസ് ട്രൈകളർ. ഓക്കെ, ഇതൊക്കെ എല്ലാം നമ്മുടെ ഏതാണ്, ലേഡി ബേർഡ് ബീറ്റിലാണ് കേട്ടോ. പഠിച്ചിട്ടില്ലേ നമ്മൾ, ലേഡി ബേർഡ് ബീറ്റിലാണ്. ഓക്കെ, യെസ്. ദെൻ ഇയർ ഹെഡ് ബഗ് ഉണ്ട്, കലോകോറിസ് ആംഗസ്റ്റിസ്. സെയിം സിംറ്റംസും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. യെസ്. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അപ്പൊ സോർഗം ഷൂട്ട് ഫ്ലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതാണ് സോർഗം മിഡ്ജ്, കോണ്ടറീനിയ സോർഗിക്കോള. എന്താണ് കോണ്ടറീനിയ സോർഗിക്കോള? ഇറ്റ് ഈസ് ഓൾസോ എ ഡിപ്റ്റിറൻ പെസ്റ്റ്. ഫാമിലി ഏതാ, സെസിഡോമിഡേ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഫാമിലി ഓർമ്മിച്ച് വെച്ചേക്കണം. സോർഗം ഷൂട്ട് ഫ്ലൈ ആണെങ്കിൽ മ്യൂസിഡെ, സോർഗം മിഡ്ജ് ആണെങ്കിൽ സെസിഡോമിഡെ. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, സോർഗം മിഡ്ജ് നമ്മുടെ സോർഗം ഷൂട്ട് ഫ്ലൈനേക്കാളും ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്, എക്കണോമിക് ഡാമേജ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. കാരണം ഇറ്റ് ലേ എഗ് സിക്ലി ഇൻ ദ ഡെവലപ്പിംഗ് ഫ്ലോററ്റ്സ്. ദാറ്റ് മീൻസ് അവർ ഇയർ ഹെഡില് ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലോററ്റ്സിന്റെ ഉള്ളിലായിരിക്കും എഗ് ലേ ചെയ്യുന്നത്. ആൻഡ് റിസൾട്ടിങ് ഇൻ പോളൻ ഷെഡിങ്. അതുകൊണ്ട് ഹൈലി പോളൻ ഷെഡിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പുറത്ത് വരുന്ന മഗേർസ് ഡെവലപ്പിംഗ് ഗ്രെയിൻസിലായിരിക്കും ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് യു ക്യാൻ സീ എ ടിപ്പിക്കൽ സിംറ്റം, ദാറ്റ് ഈസ് വൈറ്റ് പ്യൂപ്പൽ കേസ് പ്രൊട്രൂഡിങ് ഔട്ട് ഫ്രം ദ ഗ്രെയിൻ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, എങ്ങനെ ഇവിടെ കണ്ടോ, അഡൽട്ട് മിഡ്ജ് ആൻഡ് ഇറ്റ്സ് പ്യൂപ്പൽ സ്കിൻ. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഗ്രെയിൻസുകൾ ഉണ്ടോ, ഗ്രെയിൻസ് മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട് ഉണ്ടോ. അതുപോലെ തന്നെ പുവർ ഫില്ലിംഗ് ആണ്, മൊത്തത്തിൽ ഫില്ല് ചെയ്യില്ല. മറ്റേ മിഡ്ജ് വളർന്നു വന്ന അല്ലെങ്കിൽ മഗേഴ്സ് വളർന്നു വന്ന സ്ഥലത്തെ ഗ്രെയിൻസ് എല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. Then here also again effects, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ്, റൊപ്പാലോസൈഫം മേഡിസും മെലനാസ്പിസ് സക്കാരിയും. സോറി, മെലനാസ്പിസ് സക്കാരി ഷുഗർ കെയിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, ഹിയർ ഇറ്റ് ഓൾസോ ട്രാൻസ്മിറ്റ് മെയിൻസ്ഡോർഫ് മൊസൈക്ക് വൈറസ്, നമ്മൾ ഓൾറെഡി പഠിച്ചത്. ലീവ്സ് ആൻഡ് മാർജിനൽ ലീഫ് നെക്രോസിസ് ഒക്കെ. Then some other minor pest of sorghum, ഗ്രാം കാറ്റർപില്ലർ, നമ്മുടെ ഏതാണ് നേരത്തെ പഠിച്ചാണ്, കോൺ കാറ്റർപില്ലർ അല്ലെങ്കിൽ കോൺബോം എന്ന് പറഞ്ഞ ഹെലിക്കോവർപ്പ. ദെൻ സ്റ്റിംഗ് ബഗ്, നിസാര വിരുഡല. ഇത് നമ്മുടെ കൗപ്പിയിലും പഠിക്കുന്നുണ്ട് കേട്ടോ, നിസാര വിരുഡല. സ്റ്റിംഗ് ബഗ് അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ബഗ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു മീൻസ് പണ്ടൊക്കെ മൈനർ പെസ്റ്റ് ആയിരുന്നു, ഇപ്പൊ അത്യാവശ്യം മേജർ പെസ്റ്റിലേക്ക് പോകാറുണ്ട്. ദെൻ അഗെയിൻ അനദർ ഇമ്പോർട്ടൻറ്റ് പെസ്റ്റ് ആയിട്ട് വരുന്നതാണ് റെഡ് ഹെയറി കാറ്റർപില്ലർ അല്ലെങ്കിൽ ഹെയറി കാറ്റർപില്ലേഴ്സ്. അതിൽ തന്നെ റെഡ് ഹെയറി ആണെങ്കിൽ ആൻസാക്റ്റ ആൽബിസ്ട്രൈക, ആൻസാക്റ്റ മൂറി, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൗണ്ട് നട്ടിന്റെ മേജർ പെസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ മൈനർ പെസ്റ്റ് ആണെങ്കിലും ഗ്രൗണ്ട് നട്ടിന്റെ മേജർ പെസ്റ്റ് ആണ്, നോട്ട് ചെയ്തേക്കുക, വേണമെങ്കിൽ ചോദിക്കാം. ദെൻ നമ്മുടെ ആഷ് വീവൽസ്, വില്ലോസെറസ് ഡിസ്കളർ, സബ്ഫാസിയേറ്റസ്, അങ്ങനെ പോലെ. ദെൻ വിംഗ്ലെസ് ഗ്രാസ് ഹോപ്പർ, ഇതും JRF SRF ലെവലാണ്, ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് പ്രതീക്ഷിക്കേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടേക്കുക. കൊളമാനീസ്, സ്ഫിനറോയിഡ്സ്. ഓക്കെ, അത്രയ്ക്കൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഇത്രയൊക്കെ ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പൊ ഇത്രയാണ് ഏതിൽ വരുന്നത്, നമ്മുടെ പെസ്റ്റ് ഓഫ് സെറീൽസ്. അപ്പോ വേറെ ഡൗട്ട് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.